അർബുദത്തെ അതിജീവിച്ച നാളുകളെ ഓർത്തെടുത്തുള്ള കുറിപ്പുകൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി നീന മുനീർ. ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. അധിക നാൾ ആയുസ്സുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ നീന കരുത്തോടെ ജീവിതം തിരിച്ചുപിടിക്കുകയാണ്. ദേശീയ ക്യാൻസർ അവബോധ ദിനത്തിൽ പ്രതീക്ഷയാണ് നീനയുടെ അതിജീവനം. ഹൃദയത്തോട് ചേർന്ന തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചു. ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ആ നാളുകളിൽ യുവ ഡോക്ടറായ കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിനി നീന മുനീർ തന്റെ അനുഭവങ്ങൾ പേപ്പറിൽ കുത്തിക്കുറിച്ചു. ഈ താളുകളിൽ നിന്നാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ തുടക്കം. പുസ്തകത്തിന്റെ പ്രകാശനം അബ്ദുസമദ് സമദാനി MP നിർവഹിച്ചു. ചെറുവാടി പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപിക്ക് ആദ്യ പ്രതി നൽകി. സാന്ത്വന ഫിലോസഫിയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന പുസ്തകമാണ് നീന മുനീറിന്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകളെന്ന് അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. ഇതൊരു മഹത്തായ രചനയാണ്. മഹത്തായ എന്നൊക്കെ പറയാൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പറയുന്ന എന്തും മഹത്തായതാണ്. ജീവിതത്തെ അതിൻ്റെ ഗൗരവത്തോടെ, ഗാംഭീര്യത്തോടെ, സമഗ്രതയോടെ, ആഴത്തിൽ സമീപിക്കുന്നതെന്തും മഹത്തായതാണ്. രോഗപരിചരണത്തിന്റെ ഭാഗമായി മകളുടെ മുടി മുറിക്കുന്നതിന് മുൻപ് തന്റെ മുടി മുറിച്ച് മാതൃകയായ നീനയുടെ മാതാവ് AM ബേബി സോഫിയയെയും 14 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ നീനയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഡോക്ടർ നാസർ യൂസഫിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.